എന്താ എന്താ കൈ വെക്കണ ആളോ ഇയ്യാത്ത വണ്ടി ആകെ 26 സീറ്റ് ഉള്ളു കേട്ടോ. ഞാൻ നേരത്തെ ഉള്ള ഉള്ളു ജനങ്ങൾ വിളിച്ചെടുത്തേ. ഇതൊന്ന് 110 ഇത് മടക്ക്. നമുക്ക് കടന്നിട്ട് പോണോ ഇരുന്നിട്ട് പോണോ? അല്ലേ ഇത് പോയ പൈസ ആരാ കശി വേണ്ട. അതെ കൊച്ചു പൈസ തരുമെങ്കിൽ തൃശ്ശൂർ വരെ പോകുള്ളൂ. പാവല്ലേ ഞാനേ ആലോചിച്ചോട്ടെ. വേറെ വണ്ടി അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പ് എല്ലാവരും മറക്കാണ്ട് വീഡിയോൻ്റെ ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് അമർത്തുക. എന്നിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. സൽമാൻ നമ്മുടെ ഉണ്ടപ്പായനെ ചാമ്പാനുള്ള പരിപാടിയിലാണ്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഉണ്ടപ്പായുടെ വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ട് സൽമാനും കുടുംബവും മൂന്നാറിലേക്ക് ടൂർ പോകാനുള്ള പ്ലാനിലാണ്. എന്താ എന്താ കൈ വെക്കണ ആളോ? നാളെ എന്താ നാളെ പോണ്ടത്. വെറും കൈ എന്നിട്ട് കാര്യല്ലേ, ഇതില് പൈസ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണം തരാനേ. ആയിക്കോട്ടെ. അണ്ണെന്ന് എന്താ പറയുന്നത് അറിയോ സൽമാന്? എണ്ണാൻ വേണ്ടി പറയാണ്. പോകുന്ന ആൾക്കാരെ വിരലിൽ എണ്ണാൻ വേണ്ടിയിട്ട് ഉണ്ടപ്പായ്ക്ക് വിരല് നീട്ടി കൊടുത്തിക്കാണ് സൽമാന്. ആരൊക്കെയുള്ളു? ഞാൻ അണ്ണീര് ഇയ്യാത്ത വണ്ടി ആകെ 26 സീറ്റ് ഉള്ളു കേട്ടോ. ഞാൻ നേരത്തെ ഉള്ള ഉള്ളു ജനങ്ങൾ വിളിച്ചെടുത്തേ. ഷാഹിദ്, അർഫു, ശാല, പിന്നെ സർഫു, ഓന്റെ ഓള്, ഓന്റെ ഉമ്മ, ഓന്റെ ഉപ്പ, പിന്നെ 2 കുട്ടികള്, ഒരു 10 ആളായി. ഒരു പേരിൽ നെട്ടിക്ക് ഇത് മടക്ക്. അല്ല ഇതൊന്ന് 110 ഇത് മടക്ക്. ഒന്ന് 100 ഒന്ന് അപ്പൊ 10 ആയി. ഇനി മറ്റേ ഷാഹിദിന്റെ അമ്മായിമ്മ, ഷാഹിദിന്റെ അമ്മോസാക്ക, പിന്നെ ഷാഹിദിന്റെ ഓളെ ഇത്തിരി പേരെന്താ ഓള് ശാലയുടെ അഞ്ചെത്തി. പിന്നെ ഉട്ടം, അത്താറ്, പിന്നെ 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 പോരാ അത്ത ഉണ്ണി. അത്ത ഉണ്ണി അല്ല ഇവിടെ ആയിട്ടില്ല. ഒന്നുകൂടി ഇങ്ങോട്ട് കാണണം. അപ്പള അത്ത ഉണ്ണി. പിന്നെ ഉട്ടന്റെ പെങ്ങന്മാര് 2 ആള്. ഓക്കെ. പിന്നെ വാവു, മിയ. ഒന്നുകൂടി 20 ആളായിട്ടോ. 20 ആളായിട്ടോ. ഇനി ആകെ 6 സീറ്റ് ബാക്കിണ്ട്. നമുക്ക് കടന്നിട്ട് പോണോ ഇരുന്നിട്ട് പോണോ? കടക്കണോ? ഇരിക്കാൻ വേണ്ടി കടക്കാൻ വേണ്ടി കടന്നു പോണം. അപ്പൊ ഞാൻ 4 സീറ്റില് വേറെ ആളെ കയറ്റണ്ട. അതൊക്കെ പിന്നില് പോയി കിടക്കണ്ടേ? ബാക്ക് സീറ്റിൽ പോയി കിടക്കണ്ടേ വണ്ടിയില്? അവിടെ റൂം എടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഇനിയിപ്പോ 20 ആളായി. ഇനി 6 ആൾക്കുള്ള സീറ്റ് കൂടി ഉണ്ട്. ഇനി ആരൊക്കെ കൊണ്ടോണ്ട്? എന്റെ ഇനോവയല്ല, ഉണ്ടപ്പായ വലിയ വണ്ടിയാ. ചാളനൊക്കെ പറഞ്ഞു പോയി. എന്റെ എല്ലാ റൊമാൻസുകളും ഉണ്ടോ? എല്ലാരും ഉണ്ടോ? ആരെയും വിളിക്കണോ? എല്ലാരെയും ഉണ്ടോ? ഷാപ്പി വരുന്നുണ്ടോ നാളെ മൂന്നാർക്ക്? ഷാപ്പിണ്ടോ? ഷാപ്പി ഓന്റെ ഓളും. അപ്പൊ ഇനി 3 സീറ്റ് കൂടി ഉണ്ട് ഷാപ്പിയെ. അതാരെ? രാത്രി പോകുന്ന ആളോ? ഇത് പറ. ഇനി 3 സീറ്റ് ഉണ്ട്. ഇതുണ്ടോ? ഇമ്മിപ്പോളൊക്കെ ഉണ്ട്. ഇക്കനെ കൊണ്ടോണ്ടേ? ഇക്കനെ കൊണ്ടോണ്ടല്ലേ? ഇജ്ജ് പോരടിക്ക. ഡീക്കല്ലേ? അപ്പൊ എന്താ ചെയ്യാ? ഈ വരലിപ്പോ എന്താ ചെയ്യാ? വരല മുറിച്ചാ പറഞ്ഞാലോ? ആണ്ടല്ലേ? അപ്പൊ എന്നാ ഡീക്കനെ കൊണ്ടുപോവാ അല്ലേ? ഇനി 2 ആള് കൂടി പന്ത് തലേക്ക് കൊണ്ടാലേ 2 ആള് കിളി പോവും. ഇനി ഇത് പറയാ. ഇനി 2 സീറ്റ് ഉണ്ട്. എന്ത് ചെയ്യണ്ട്? പിള്ളയോ ആന ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഡീക്കെ കാര്യങ്ങള്. ഇപ്പൊ 26 സീറ്റ് വണ്ടിയിൽ 24 ആളായിക്കോ. ഓക്കെ അല്ലേ? പൊളിക്കണം. പാട്ട് ഫുള്ള് ഡാൻസ് അല്ലേ? എന്റെ ലൈറ്റ് ഒക്കെ ചോട്ടി പൊട്ടിച്ചുവോ? പിന്നെ വേറെന്താ? ഇനി നമുക്ക് എന്തൊക്കെ കൊണ്ടോണ്ട്? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഡ്രസ്സൊന്നും എടുക്കണ്ട. ഇജ്ജുള്ള പാന്റും തുണിയും കുപ്പായും ഒക്കെ കൊണ്ടുവരും. അതൊന്നും വേണ്ടട്ടോ. 1, 2, 3 കൂട്ടെടുത്താ ബാഗ് വേണ്ട. ചെറിയ ബാഗ് കേട്ടോ. വലിയ ബാഗ് കണ്ട. ഒരു ദിവസം നിക്കണുള്ളൂ കേട്ടോ. 1, 2 കൂട്ടെടുത്താ മതി. അതിന്
2 പാന്റ് ഒരു പാന്റ് രണ്ടും അത് 2 എണ്ണം അന്ന് പോവാന് രണ്ടും പാന്റ് ഒരു ദിവസം പാന്റ് ഇടുമ്പോ ഒന്ന് വരുമ്പോടാനും ഓക്കെ ചണ്ടി ചണ്ടി എത്ര ചണ്ടി 3 ചണ്ടി ചണ്ടി കൊറേ എടുത്തോ ബ്രഷ് തോർത്തുണ്ട് വേണ്ട സോപ്പ് തോർത്തു സോപ്പ് ഫോണിന്റെ ചാർജർ ഡീക്കാ ഫോൺ ചാർജർ നിർബന്ധമാണ് അനക്ക് കൊറേ കോള് വരാണ്ടല്ലോ അടുത്ത പറയാം ഉള്ളില് ടോസറും ചെണ്ടി ചെണ്ടി എത്ര ഒങ്ങുമ്പോഴുന്ന ചെണ്ടിയും ടോസറും ഓക്കെ ഓക്കെ വള്ളത്തിൽ ചാടുമ്പോൾക്ക് വേറെ ഷോർട്സ് ഇതൊക്കെ പോയി പറയണതേ ടോസർ ഒന്ന് എടുത്തോ ഉണ്ടപ്പായിക്കുള്ള എടുത്തോ അജ്ജ് ടോസർ പുതിയ എടുത്തോ എടുത്തോ ഏച്ചൂട്ടാ അപ്പൊ നാളെ ഞങ്ങള് പോവും പൈസ പൈസ ആര് തരിക പൈസ പാവാണ് ഇത് പോയ പൈസ ആര് തരിക പശു വേണ്ട ഉമ്മേന്റെ നടക്കൂല ഉമ്മയാണെങ്കിൽ തന്നത് തിരിച്ചു തരാം അല്ലല്ല പൈസ ഇല്ലാണ്ട് പശു വേണം ചങ്ങാളാം പൈസ അതെ കൊച്ചു പൈസ തരുമെങ്കിൽ തൃശ്ശൂര് വരെ പോകുള്ളൂ അവള് മൂന്നാർക്ക് എത്തൂല കൊറച്ച് പൈസ തരാന്ന് അല്ല ഇത് എത്രത്തോളം വരുന്നു നോക്കട്ടെ അതിനനുസരിച്ച് വണ്ടി ഉറില്ല എവിടെ വെച്ചിട്ട് ഇത് നിക്കണോ അവിടെ വെച്ച് വണ്ടി തിരിച്ചു ഉറപ്പാ അത് മുമ്പ് കുളിഞ്ഞു വരപ്പോളെ എന്താ അല്ലർത്താനല്ല സുഖം അല്ല ലോഡ് താങ്ങുള്ള ബലം അതിലില്ല കേട്ടോ അത് ജാമ്പോന്റെ കാലത്തുള്ളതാ അവ കയറി കുത്തിരുന്നിട്ട് ഫുള്ള് പാട്ട് വേണം വണ്ടിയില് ഡി കെ ഏത് ഡി ജെ എന്റെ ഡി ജെ തരേ കായ് കൂടൂട്ടോ ഞാൻ നേരത്തെ ഉണ്ട പോയോ ഞാൻ പാട്ടിട്ട കായ് കൂടുന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയരുതേ പാട്ട് ലൈറ്റ് ഒക്കെ ഇട്ട കായ് കൂടും പൈക്കെന്ന് ആർട്ടി നടത്തി കഴിഞ്ഞാൽ ചോർക്കണ്ടേ ഞാനേ ആലോചിച്ചിട്ട് പോരണ്ടേ ഇപ്പൊ തന്നെ പൈസ കണക്കോ ചോദിച്ചു പിന്നെ എന്റെ യശീനോട് പറയണം ഇത് പപ്പപ്പാലത്തേക്കല്ല പോണ് ദുബ് ദൂരത്തേക്കാ പോണ് കൊറേ കയറ്റൊക്കെ കയറി പോകണ്ട ഇനി കാണാൻ പോകുന്നത് സൽമാന്റെ സ്ഥിരം പരിപാടി മാസ്റ്റർ പീസ് ഐറ്റം. അങ്ങനെ കടന്ന് തിരയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്തിനുള്ള പരിപാടിയാണ് എന്ന്. 38 76 കണ്ടുള്ളൂ. ഇപ്പൊ എത്ര 39 ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ വോളിയം ഫുള്ള് കൂട്ടിയിട്ട് കാണണേ. ചെറിയൊരു സൗണ്ട് കുറവുണ്ട്. ഉണ്ടപ്പായനോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചും പറഞ്ഞിട്ടും മെല്ലെ മയക്കിയെടുക്കണം. പൈസ കുറക്കാൻ നിൽക്കരുതോ ഈ പൈസ കുറക്കരുതേ കൊച്ചി പഠിച്ച പണി 18 പറ്റാനുള്ള പ്ലാനിൽ തന്നെയാണ് സൽമാന്. കുറച്ച് പൈസ ബാക്കി അല്ല നമ്മള് പോണ്ടിന്റെ ഫുഡിന്റെ പൈസ ഞാൻ കൊടുക്കണം.
ഉണ്ടപ്പായി വെച്ചിട്ടുണ്ട്. കുറച്ച് പൈസ ഒക്കെ തരും, ബാക്കി പൈസ ഉണ്ടപ്പായി പൊരുത്തപ്പെടണം. ഇതുവാണെങ്കിൽ വേറെ ആരും വെച്ച് പൈസ കിട്ടില്ല. അവന്റെ കണ്ണീരൊക്കെ ഇജ്ജ് മാച്ച് വെച്ച് തരിക, ബാക്കി മാച്ച് ഷാഹിദ് തരിക. ഷാഹിദ് അല്ല ഇവിടെ കുറച്ച് പൈസ അത് ഇത് തരില്ല. എനിക്ക് പേച്ച ഷാഹിദ് അത്താവുണ്ണി ഈ മൂന്നെല്ലാം ആരാണ് എഴുതുന്നത്? ഓക്കെ അല്ലേ? അഗ്രിമെന്റ് സെറ്റ്. അത് പിന്നെ ഞങ്ങൾക്ക് വേറെ വണ്ടി വിട്ടാൽ അതിന് പോകും. നിങ്ങള് വേറെ വണ്ടി പോയിക്കോളില്ല, ഞങ്ങള് കായ് കൊടുക്കോലോ. നല്ല രസമുള്ള കുട്ടികളുണ്ടാവും മൂന്നാറില് അല്ലേ? ഞാൻ വരുന്നില്ല. അടിയിക്ക് നമുക്ക് മൂന്നാറിന് നമുക്ക് 2-3 ആളെ കാണാണ്ട്. എവിടെ ഒരു പഞ്ചിലീസ് എടുത്തിട്ട് ഇപ്പൊ എല്ലാവർക്കും അതാണല്ലോ കൊടുക്കുന്നത്. മറ്റേത് കവളത്ത് തന്നിട്ട് തന്നെ മൂന്നാറിൽ എന്താ കാണാമല്ലോ? മൂന്നാറിൽ നമ്മൾ കയറിനോടത്തൊരു വാട്ടർഫാൾസ് കാണാം, അത് കഴിഞ്ഞ് വ്യൂ പോയിന്റ് കാണാം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൊട്ടാനിക്കൽ ഗാർഡൻ. ഈ നേരത്തെ നമ്മൾ ഗാർഡനിൽ നല്ല രസം ലൈറ്റൊക്കെ ഇട്ടിട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡിൽ പോകണം, അവിടെ നമുക്ക് കാണാം പെരിയ കനാൽ വാട്ടർഫാൾസ്, ആന ഇറങ്ങൽ ഡാം. അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോയി. എന്നിട്ട് മാട്ടുപ്പെട്ടി ഡാം, കുണ്ടല ഡാം, ഇക്കോ പോയിന്റ്, ഷൂട്ടിംഗ് പ്ലേസ്. ചെങ്കാരൻ നിൽക്കുന്നുണ്ടോ? നിൽക്കണില്ല. നമ്മളിവിടുന്ന് പോയി അടിമാലി നമ്മൾ ഫ്രഷപ്പ് അടിമാലി കുച്ചാലും കൊച്ചേരം ഒങ്ങാനൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാർ പോകും. അടിമാലിയിൽ നിന്ന് വെച്ചാൽ ഞായറാഴ്ച രാവിലെ മൂന്നാർക്ക് പോകും. എന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു നിൽക്കണില്ല. നമ്മളെ അടിമാലി നിൽക്കുന്നുണ്ട്. ശനിയാഴ്ച പോയിട്ട് രാത്രി 10-11 മണിക്ക് അടിമാലി എത്തും. പിന്നെ അന്ന് അവിടെ നമ്മൾ ഒങ്ങും. അത് കഴിഞ്ഞിട്ട് രാവിലെ എണീച്ചിട്ട് മൂന്നാർക്ക് പോകും. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ പോരും. ചണ്ടക്കുറത്ത അഞ്ഞിപ്പോ അവിടെ തേക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ ഇവിടെ തേക്കാൻ സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ വേറെ പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇനാഗ്രേഷൻ അല്ലേ പോലെ ഇത് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ അന്നെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ പോകും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് വന്നിട്ടില്ലെങ്കിൽ ഇത് റൂമിലിരിക്കും. എണ്ണ കുറച്ച് തോനെടുത്തോ, എന്റെ പൈനൊന്ന് തേച്ച് കുടിപ്പിച്ചോ. ഫുള്ള് എണ്ണ 3 കുപ്പായി, 2 പാൻറ്, ഒരു ഷോഷർ, ചണ്ടി വേണം. ചണ്ടി 2 എണ്ണം ഇരുന്നോട്ടെ. 2 ചണ്ടി, 3 കുപ്പായം, ബനിയൻ. ഓക്കെ, തൊപ്പി വേണ്ടല്ലേ? പിന്നെ അവിടെ തണുപ്പുണ്ടാവും, കോട്ട് വേണ്ടേ? ആ കോട്ട് എടുത്തോ. കോട്ടുണ്ട് അവിടെ കോട്ട് തണുപ്പുള്ള കാലം മൂന്നാറ് കേട്ടോ. പൈസല്ലേ? വേറെ വണ്ടി കിട്ടാൻ അതെന്താ? ഞാൻ ഓസിക്ക് പോരാൻ നടക്കില്ലേ? ഓസി നാസ വെച്ചോളൂ. ഇജ്ജ് തരണ്ട, ഞാൻ വായിക്കൊണ്ട് കേട്ടോ. ഇജ്ജ് തരണ്ട, 5 പൈസ തരണ്ട. ഫുള്ള് കടാം ഇജ്ജ് ഫുള്ള് കടാം. ഇഷാബ് ക്ലീനറാ? അല്ലേ പോയി ഒന്ന് ഇഞ്ഞ കായ് അങ്ങോട്ട് കൊടുക്കണം. അല്ല ഇഞ്ഞ് ക്ലീനർ 10 കൊടുക്കണം. 5 കൊടുക്കണോ? ഒരു ഒഴിവ്, ഒരാളോ ഒഴിവ്, നിങ്ങൾ പോയിക്കോളി. ഞാനില്ല. അല്ലജ് വണ്ടി ഓടിച്ചാടുന്നുണ്ടെങ്കിൽ ഞാനില്ല. ക്ലീനർ കേട്ടോ. ഡ്രൈവറല്ല, ക്ലീനറാണ് തമ്മാൻ. ആ പൊളിച്ചണം, കഴിക്കണം അല്ലേ? കുളിക്കണം, അതൊക്കെ കുളിച്ചാ ടൂർക്ക് ചെറിയൊരു വിശ്വാസം പോരാ. ഞാൻ കച്ചാഞ്ചി
അപ്പൊ ഇന്നെ കൂട്ടരുത്, ഞാൻ ഡ്രൈവറല്ലേ. അപ്പോൾ മറക്കാണ്ട് എല്ലാവരും വീഡിയോൻ്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.